രോഗിയെ തറയിൽ കിടത്തിയ സംഭവത്തിലെ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല, നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തണം. വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത്. ആധുനിക സംസ്കാരത്തിൽ എങ്ങനെ തറയിൽ കിടത്തി ചികിത്സിക്കാനാകുമെന്നും ഡോക്ടർ ചോദിക്കുന്നു. ഒരിക്കൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെ വിഷമകരമായ അവസ്ഥയുണ്ടായെന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു. മെഡിക്കൽ കോളേജുകൾ ധാരാളം തുടങ്ങുന്നുണ്ട്, കാര്യമില്ല. മെഡിക്കൽ കോളേജുകൾ നമ്മളിപ്പം പലയിടത്ത് തുടങ്ങുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് 500 കോടി രൂപയെ അടുപ്പിച്ച് ചിലവായി എന്നാണ് എനിക്ക് കിട്ടിയൊരു കണക്ക്. അപ്പം എന്നിട്ടും അവിടെ ചികിത്സയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വളരെ പരിമിതികളുണ്ട്. രോഗികളുടെ ബാഹുല്യം. അപ്പോൾ ഈ സംഭവത്തിൽ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ് 2-ാം വാർഡ് 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുക? അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അമൽ, ആ ഓഡിയോ സന്ദേശത്തിൽ, മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം റെക്കോർഡ് ചെയ്ത ഓഡിയോ സന്ദേശത്തിൽ വേണു പറയുന്നുണ്ട് താൻ നേരിട്ട ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മതിയായ ചികിത്സ ലഭ്യമാകാതിനെ കുറിച്ച്. ഈ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ ഈ വേണുവിനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കണം, എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം എടുക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 5 ദിവസം നിലത്ത് കിടക്കുകയായിരുന്നു, തറയിൽ കിടക്കുകയായിരുന്നു. നായയെ നോക്കുന്ന കണ്ടുകൊണ്ട് പോലും തന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞ ആ വേദനയുള്ള വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ഗൗരവമുള്ള പ്രതികരണമാണ് ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണു ചികിത്സ കിട്ടാതെ മരിച്ചു എന്നുള്ള വിവാദം കത്തി നിൽക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയിൽ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നത്. സർക്കാരിനെയും ആരോഗ്യ സംവിധാനത്തെയും പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടക്കം കാര്യം പറഞ്ഞുകൊണ്ട് 28-ാം വാർഡിന്റെയും 2-ാം വാർഡിന്റെയും അടക്കം പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടിയാണ് ഹാരിസ് ചിറക്കൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ പ്രാകൃതമായ തരത്തിലുള്ള ചികിത്സയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു. എല്ലായിടങ്ങളിലും മെഡിക്കൽ കോളേജുകൾ വെറുതെ കെട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല എന്നൊരു വിമർശനം കൂടി ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം അടക്കമുള്ള ഒരു സ്ഥലത്താണ് വേണുവിന് ഇത്തരത്തിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്നുള്ള ആരോപണം വരുന്നത്. തറയിൽ കിടത്തി ചികിത്സിച്ചു, നായയെ നോക്കുന്ന കണ്ടുകൊണ്ട് പോലും തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നോക്കിയില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ വേണുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒന്നുകൂടി ആ വിമർശനങ്ങൾക്ക് കരുത്ത് പകരുന്ന തരത്തിലാണ് ഇപ്പോൾ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം. അതേ ആശുപത്രിയിൽ തന്നെ യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയായി ആ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാൾ അപ്പോൾ ഹാരിസ് ചിറക്കലിന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എവിടെയെല്ലാം എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്ന് നല്ല ബോധ്യമുള്ള ആളാണ്. ആ ഹാരിസ് ചിറക്കലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടക്കം മറുപടി പറയേണ്ടി വരും. എണ്ണി അവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജിലടക്കം ഉള്ള പരിമിതമായ സംവിധാനത്തെ പറ്റിയുള്ള കൃത്യമായ വിമർശനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഹാരിസ് ചിറക്കൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നിലവിൽ എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരിതാപകരമായ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് വെളിവാക്കുന്നത് തന്നെയാണ് ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. ശരി.